Hello students, in this session we discuss about megasporangium and megagametogenesis. So let's begin. This is a structure of flower. Flower contains various parts like petal, sepal, then this is the receptacle, female reproductive organ gynoecium, and this is the male reproductive organ. കഴിഞ്ഞ ക്ലാസ്സിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയ സ്റ്റേമനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്റ്റേമൻ കണ്ടെയ്ൻസ് ആൻഡ് ദ ഫിലമൻ ആൻഡ് കണക്റ്റീവ് പോർഷൻ. ഇതിലാണ് മെയിൽ ഗാമേറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ദിസ് പ്രോസസ് ഓഫ് മെയിൽ ഗാമേറ്റ് ഫോർമേഷൻ ഇസ് നോൺ ആസ് മൈക്രോഗാമറ്റോജെനസിസ്. ആൻഡ് ഇറ്റ് കംസ് ത്രൂ, they are formed through various processes including microsporogenesis. And in this session we deals about the megagametogenesis. And this megagametogenesis എന്ന് പറയുന്നത് നമ്മളെ എഗ് ഫോർമേഷൻ ആണ്. നോർമലി എംബ്രിയോസാക് ഫോർമേഷൻ ആണ് ഇതിലേക്കൂടെ നടക്കുന്നത്. ആൻഡ് ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, ദറ്റ് ഇസ് ദി ഗൈനീഷ്യൻ. It consists of various parts. ഇതൊക്കെയാണ് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി ആൻഡ് ഓവ്യൂൾ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് ഓവ്യൂളിൻ്റെ ഉള്ളിലാണ് എംബ്രിയോസാക് ഫോർമേഷൻ നടക്കുന്നത്. An ovule is a multicellular oval-shaped structure which originates from the placenta and lies inside the chamber of the ovary. Okay, and this to form the female gametophyte. Either female gametophyte എന്ന് പറയുന്നത് എംബ്രിയോസാക് ആണ്. ഈ എംബ്രിയോസാക് ഓവ്യൂളിൻ്റെ ഉള്ളിലാണ് ഫോം ചെയ്യുന്നത്. ഓവ്യൂൾ ഓവറിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഓവറി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയ ഗൈനീഷ്യത്തിൻ്റെ ഉള്ളിലാണ് ലൊക്കേറ്റ് ചെയ്തത്. ഓക്കെ, ഈ ഓവ്യൂളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത്? എംബ്രിയോസാക് ആണ്. എംബ്രിയോസാക്കിൽ എന്തൊക്കെയുണ്ട്? ന്യൂസിലസ്, പോളാർ ന്യൂക്ലിയൈ, എഗ് സെൽ, ഇന്റഗ്യുമെന്റ്സ് എക്സെട്ര. ഓൾ ദിസ് വി വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ഇൻ ദി കമ്മിങ് സ്ലൈഡ്സ്. നൗ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾ അല്ലെങ്കിൽ എംബ്രിയോസാക്. ഓക്കെ, ജിംനോസ്പേമിന്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് നേക്കഡ്. ഇറ്റ് ഈസ് നോട്ട് എന്താണ് നോർമലി ആൻജിയോസ്പേംസ് ഇൻറ്റഗ്യുമെന്റഡ് ആണെങ്കിൽ ജിംനോസ്പേംസ് നേക്കഡ് ആണ്, ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക. ദെൻ എ ഫുള്ളി മെച്യൂർ ഓവ്യൂൾ കൺസിസ്റ്റ് ഓഫ് ദ സ്റ്റോക്ക് ഓർ ഫോണിക്കിൾ ആൻഡ് ദി ബോഡി. ദ ബോഡി ഓഫ് ദ ഓവ്യൂൾ ഷോസ് ടു ends, basal end and the upper end. Hilum is the point of attachment of funicle with the body. അപ്പം ഇത് നോക്കുവാണെങ്കിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾ നോക്കുവാണെങ്കിൽ ഇറ്റ് ഹാസ് ഇൻറ്റഗ്യുമെന്റ്സ്. ഓക്കെ, ഇറ്റ് ഹാസ് എ സ്റ്റോക്ക്. ഇത് സ്റ്റോക്കിനെ പറയുന്നതാണ് ഫ്യൂണിക്കിൾ. പ്ലാസന്റേനോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക്. ആൻഡ് ദിസ് സ്റ്റോക്ക് ഇസ് നോൺ ആസ് ദി ഫ്യൂണിക്കിൾ. And then it has two coverings known as, outer covering is known as the outer integument, inner covering is known as the inner integument. ഇത് കണ്ടിന്യൂസ് അല്ല. ഈ integument has an opening. ഈ ഓപ്പണിങ്ങിന് പറയുന്നതാണ് മൈക്രോപൈലി. Then body of the ovule two ends are there, basal endum then upper endum. Basal endനെ പറയുന്നതാണ് ചെലാസ. upper end ആണ് micropylar region. So ചെലാസൽ region and മൈക്രോപൈലാർ റീജിയൻ. ഈ ഫ്യൂണിക്കിളും ബോഡിയും, ദിസ് ഇസ് ദ ബോഡി ഓഫ് ദി ഓവ്യൂൾ, ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന റീജിയനെ പറയുന്നതാണ് ഹൈലം. ഓക്കെ, സോ സ്ട്രക്ചർ ഓഫ് ദ ഓവ്യൂൾ എന്തൊക്കെയാണ് ഉള്ളത്? ഇറ്റ് ഹാസ് എ സ്റ്റോക്ക് കോൾഡ് ഫ്യൂണിക്കിൾ, ദെൻ ടു ends known as basal end, ചെലാസൽ end, upper end, micropylar end, two protective covering known as the integument. Outer one is outer integument, inner one is the inner integument. ഇതിൻ്റെ ഉള്ളിലാണ് ബോഡിയിൽ ന്യൂസിലസ് ഉണ്ടാവും. ആ ന്യൂസിലസിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എംബ്രിയോസാക് ഉള്ളത്. എംബ്രിയോസാക്കിൽ എന്തൊക്കെയുണ്ട്? 3 ആന്റിപോഡൽ സെൽ, സെൻട്രൽ സെക്കൻഡറി ന്യൂക്ലിയസ് ആൻഡ് 3 പോളാർ ന്യൂക്ലിയസ്, നോട്ട് പോളാർ ന്യൂക്ലിയസ്, egg apparatus. Egg apparatus contain 1 egg and 2 synagrets. Okay, ഇതിലെ ആന്റിപോഡൽസ് ചെലാസൽ എൻഡിലും എഗ് അപ്പാരറ്റസ് മൈക്രോപൈലാർ എൻഡിലുമാണ് ഉണ്ടാവുക. സോ ദിസ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾ. നൗ എഗ് അപ്പാരറ്റസ് എന്ന് പറയും. എഗ് അപ്പാരറ്റസിൽ എന്തൊക്കെയാണ് ഉള്ളത്? Egg apparatus contain egg cell or ovum,
Central form the female gamete. Syneglids, non-functional, short-lived. Antipodals, 3 in number, non-functional, short-lived. Nucellus, nucleus, 2 polar nuclei, one fuses with male gamete and grow into the endosperm of the seed. So egg apparatus, antipodal cell, nucleus. ഇത്രയാണ് ഉള്ളത്. എഗ് അപ്പാരറ്റസിൽ എന്തൊക്കെയാണ് ഉള്ളത്? ചെലാസൽ എൻഡിലാണ് ആന്റിപോഡൽ സെൽ ഉള്ളതെങ്കിൽ മൈക്രോപൈലർ എൻഡിലാണ് എഗ് അപ്പാരറ്റസ് ഉള്ളത്. എഗ് അപ്പാരറ്റസിൽ 2 സിനഗ്രിഡ്സും ഒരു എഗ് സെല്ലുമാണ് ഉള്ളത്. ഓക്കെ, പോളാർ ന്യൂക്ലിയയിൽ 2 സെൻട്രൽ ന്യൂക്ലിയസ് ആണ് ഉണ്ടാവുന്നത്. ആ സെൻട്രൽ ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് സെൻട്രൽ സെല്ല് ഫോം ചെയ്യുന്നത്. പോളാർ ന്യൂക്ലിയ 2 പോളാർ ന്യൂക്ലിയ ഫോം ചെയ്തിട്ട് അത് രണ്ടും ഫ്യൂസ് ചെയ്യും. ആ ഫ്യൂസ് ചെയ്തിട്ടാണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൻട്രൽ സെല്ല് ഫോം ചെയ്യുന്നത്. ദെൻ ചെലാസൽ എൻഡിൽ 3 ആന്റിപോഡൽസ് ആണ് ഉള്ളത്. ഇതിൽ ആന്റിപോഡൽസ് ദേ ആർ നോൺ ഫങ്ഷണൽ ആൻഡ് ഷോർട്ട് ലിവ്ഡ് ആണ്. ദെൻ എഗ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ എഗ് ആണ്, ഏത് സെൻട്രലി പ്ലേസ്ഡ് വൺ ആണ് എഗ്, ആൻഡ് ദേ ഫോം ദി ഫീമെയിൽ ഗാമേറ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോ ഗാമറ്റോജെനസിസിൽ ആ ഫോർമേഷന് 2 മെയിൽ ഗാമേറ്റ് ആണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ ഒരു മെയിൽ ഗാമേറ്റ് സെൻട്രലി പ്ലേസ്ഡ് സെൻട്രൽ സെൽ പോളാർ സെല്ലിനോടും ഒന്ന് എഗ് സെല്ലിനോടുമാണ് ഫ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. എനിവേ ഇവിടെ എന്താണ്, നമ്മൾ എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ നോക്കുവാണെങ്കിൽ ഇവിടെ 3 antipodal cell at the chelasal end, then 3 cells at the micropylar end which constitute the egg apparatus, and fuse the diploid ആയിട്ടുള്ള central cell are present. ബാക്കിയില്ല, സെൻട്രൽ സെൽ ഒഴികെ ബാക്കിയെല്ലാം ഹെപ്ലോയിഡ് ആണ്. സെൻട്രൽ സെല്ല് ഫ്യൂസ് ചെയ്തിട്ടില്ല, 2 ഹെപ്ലോയിഡ് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ടില്ല ഡിപ്ലോയിഡ് സെല്ലായിരിക്കും. ഓക്കെ, then there are different types of ovules like orthoporous, anatropous, orthotropous, anatropous, hemi-anatropous, circinotropous, amphitropous, campylotropous. അപ്പം എപ്പോഴും എന്ത് ചെയ്യണമെന്നില്ല, 8 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള പോളിഗോണും ടൈപ്പ് ഓഫ് എംബ്രിയോസാക്ക് ആവണം എന്നില്ല. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ആർ സെയിം ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് angiosperms, and they play an important role in the identification of plant. We are not going much detail of it. Now, development of female gamete or megagametogenesis. അപ്പം ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ എംബ്രിയോസാക്കിൽ മദർ സെൽ, ഡിപ്ലോയിഡ് മദർ സെല്ലാണ് ഉണ്ടാവുക. ഈ ഡിപ്ലോയിഡ് മദർ സെൽ അണ്ടർഗ്രോ മിയോട്ടിക് ഡിവിഷൻ റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് 4 ഹെപ്ലോയിഡ് സെൽസ്. ഈ 4 3 ഡീജനറേറ്റ് ചെയ്തിട്ട് 1 മാത്രം ഫങ്ഷണലായി. ആ ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ അല്ലെങ്കിൽ എംബ്രിയോസാക്ക് എന്ന ഹെപ്ലോയിഡ് ആണ്. അത് ആഫ്റ്റർ നറിഷ്മെന്റ് ദേ ഗ്രോ ചെയ്തിട്ട് മൈറ്റോസിസിൽ പോയിട്ട് ഡിപ്ലോയിഡ് ഫോം ചെയ്യും. ദെൻ അഗെയിൻ അണ്ടർഗോ ഇറ്റ് മൈറ്റോസിസ് റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് 8 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോസാക്ക്. ഓക്കെ, 2, 4, 8 ആ രീതിയിൽ 2 പോളാർ എൻഡിലും എന്ത് ചെയ്യുന്നത് 4 സെൽസ് വരുന്നത്. 2 പോളാർ എൻഡിന്നും ഓരോ ന്യൂക്ലിയസ് ഇറ്റ് ഈസ് സെൻട്രലിലേക്ക് വരുന്നു. അങ്ങനെയാണ് 2 പോളാർ ന്യൂക്ലിയസ് സെൻട്രലിൽ ഉണ്ടാവുന്നത്. അത് രണ്ടും ഹെപ്ലോയിഡ് ആണ്. അത് ഫ്യൂസ് ചെയ്യുമ്പം ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൻട്രൽ ന്യൂക്ലിയസ് ഫോം ചെയ്യും. സോ ഫൈനലി എംബ്രിയോസാക്ക് നോക്കുവാണെങ്കിൽ ഒരു മെച്യൂർ എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ബിഫോർ ഫെർട്ടിലൈസേഷൻ നോക്കുവാണെങ്കിൽ 7 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനാണ് വരിക. അല്ലെങ്കിൽ 7 ന്യൂക്ലിയ ആണ് വരുന്നത്. ടോട്ടൽ 8 ന്യൂക്ലിയ ആണ്. 2 ഫ്യൂസ് ചെയ്തുകൊണ്ടാണ് 7 ആയിട്ട് വരുന്നത്. 6 ഹെപ്ലോയിഡും 1 ഡിപ്ലോയിഡും ആയിരിക്കും. ഓക്കെ, അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആന്റിപോഡൽസ്, എഗ് അപ്പാരറ്റസ്, സെൻട്രൽ ന്യൂക്ലിയസുമാണ് ഉള്ളത്. ആന്റിപോഡൽസ് 3 നോൺ ഫങ്ഷണലാണ്. എഗ് അപ്പാരറ്റസിലും സെൻട്രലി പ്ലേസ്ഡ് എഗ്ഗും 2 സിനഗ്രിഡ്സും ആണ്.
So maturity എത്തുമ്പോൾ 8 nucleated embryo sac അല്ലെങ്കിൽ polygonum type of embryo sac ന്റെ സ്ട്രക്ചർ ആണിത്. ആൻജിയോസ്പേംസിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് embryo sac formation are there. എപ്പോഴും 8 നമ്പർ തന്നെ ആവണമെന്നില്ല. ചിലത് 16 ആവാം, ചിലത് 4 ആവാം, 3 ആവാം. ഡിഫറെന്റ് ടൈപ്സ് are there. പക്ഷേ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ 8 nucleated polygonum type of embryo sac ആണ്. ഒന്നും കൂടി പറയാം, embryo sac മദർ സെല്ല് ഡിപ്ലോയിഡ് ആണ്. ഈ ഡിപ്ലോയിഡ് മദർ സെല്ല് മിയോസിസിൽ പോയിട്ട് 4 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആവും. ഇതിൽ 3 ഡീജനറേറ്റ് ചെയ്യും, 1 സർവൈവ് ചെയ്യും. they grow by nourishment. So മെച്യൂരിറ്റി എത്തുമ്പോൾ ഈ മൈറ്റോട്ടിക് ഈ ഹെപ്ലോയിഡ് ന്യൂക്ലിയസ് മൈറ്റോട്ടിക് ഡിവിഷന്റെ കൂടെ 2, 4, 8 കണ്ടീഷനിൽ അറ്റൈൻ ചെയ്യും. ഈ 8 കണ്ടീഷനിൽ പോളാർ സൈഡിൽ നിന്ന് ഓരോ ന്യൂക്ലിയസും എന്ത് ചെയ്യുന്നത് സെന്ററിലേക്ക് വരികയും ആ 2 ഹെപ്ലോയിഡ് സെന്ററിലെ 2 ഹെപ്ലോയിഡ് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യും. അങ്ങനെയാണ് സെന്ററിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ല് ഫോം ചെയ്യുന്നത്. അതേസമയം 2 എൻഡിലും 3 ന്യൂക്ലിയേറ്റഡ് സെൽ വിൽ ബി ദർ. അപ്പം ഒരു സൈഡിൽ ആന്റിപോഡൽ സെല്ല് ആയിരിക്കും 3 in number, they are non functional. അതർ സൈഡിൽ എഗ് അപ്പാരറ്റസ് ഉണ്ടാവും. എഗ് അപ്പാരറ്റസിൽ 2 സിനഗ്രറ്റും സെൻട്രലി പ്ലേസ്ഡ് ഫീമെയിൽ ഗാമേറ്റും ആണ് ഉള്ളത്. സോ ആൻഡ് ദിസ് ഫൈനലി 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷന് 7 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആവുക ചെയ്യുന്നത്. ഇവിടെ 6 ഹെപ്ലോയിഡ് ന്യൂക്ലിയസും 1 ഡിപ്ലോയിഡ് ന്യൂക്ലിയസും ആണ് ഉള്ളത്. Okay, so this is the formation of female gametophyte or development of female gametophyte. ഈ female gametophyte development process എന്ന് പറയുന്നതാണ് മെഗാഗാമെറ്റോജെനിസിസ്. Okay, then ഇതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഇനീഷ്യലി മെഗാസ്പോറോജെനിസിന്റെ കേസിലും നോർമലി നമ്മുടെ മൈക്രോഗാമെറ്റോജെനിസിസ് പോലെ തന്നെയാണ് നടക്കുന്നത്. അവിടെയും ആദ്യം എന്ത് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസ് വിൽ ബി ദർ. ആ ഗ്രൂപ്പ് ഓഫ് സെൽസിലും ഔട്ടർ ലെയർ വിൽ ബി എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് കഴിഞ്ഞിട്ട് ഇന്ന് യൂസ്പൊറാൻജിയൽ ഡെവലപ്മെന്റിലാണെങ്കിൽ ഇറ്റ് ഡെവലപ്പ് ഫ്രം ദി എപ്പിഡെർമിസിന്റെ ഉള്ളിൽ എന്തുണ്ടാവും, എപ്പിഡെർമിസ് സറൗണ്ടിങ് ആർക്കിസ്പോറിയൽ സെൽ. അപ്പം ഇനീഷ്യലി ഓൾ ദ സെൽസ് ആർ എലൈവ്. ഈ ഡെവലപ്മെന്റ് സ്റ്റേജ് എത്തുമ്പോഴാണ് certain cell become prominent because of the presence of dense cytoplasm and prominent nucleus, and they act as the archisporial cell. ഈ archisporial cell ആണ് they undergo periclinal and anticlinal division, giving rise to primary parietal cell and primary sporogenous cells. ഈ പ്രൈമറി സ്പോറോജീനസ് സെൽസ് ആണ് സ്പോർ മദർ സെൽ, മെഗാസ്പോർ മദർ സെൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ദി മെഗാസ്പോറോജെനിസിസ്. ഫോർമേഷൻ ഓഫ് മെഗാസ്പോർ is known as the, or the embryo sac is known as the megasporogenesis. So ഇതെന്നാണ് ഈ സ്പോർ മദർ സെല്ലാണ് പിന്നീട് എന്ത് ഫോം ചെയ്യുന്നത്, നമ്മുടെ 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനിലേക്ക് മെഗാഗാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മെഗാഗാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്നതാണ് എന്തത് മെഗാഗാമെറ്റോജെനിസിസ്. Then the process somewhat similar to microsporogenesis തന്നെയാണ്. പക്ഷെ ഇവിടെ വരുന്നത് ഇത് 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് ആയിട്ട് ആണ് ഫോം ചെയ്യുന്നത്. മൈക്രോസ്പോറോജെനിസിന്റെ കേസിൽ മൈക്രോസ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യും. മെഗാസ്പോറോജെനിസിന്റെ കേസിൽ മെഗാസ്പോർ അല്ലെങ്കിൽ എംബ്രിയോ സാക്കിനെ പ്രൊഡ്യൂസ് ചെയ്യും. എംബ്രിയോ സാക്കിലാണ് നമ്മുടെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആയിട്ട് അറ്റൈൻ ചെയ്യുന്നത്. അവിടെയാണ് എഗ്ഗിനെയും അതേപോലെ തന്നെ സെൻട്രൽ ന്യൂക്ലിയസിനെ ഡിപ്ലോയിഡ് ന്യൂക്ലിയസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദി development of female gametophyte. Thank you.